അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ബിക്കാസ. ഇന്ന് നമ്മൾ ലിവയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഗയാത്തിയിൽ നിന്നും ലിവയിലേക്ക് ഏകദേശം 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. ഇതോടൊപ്പം നമ്മൾ താൽ മരീബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലിവയിൽ നിന്ന് താൽ മരീബിലേക്ക് പിന്നെയും ഒരു 10 to 20 minutes കൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസംബർ ലാസ്റ്റ് 2 weeks അവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റാണ് മരീബ് ഡ്യൂൺ ലിവ ഫെസ്റ്റ്. അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കുട്ടികൾ ഡ്യൂൺ ബഗ്ഗി ഓടിച്ച് കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതാ ഇവിടെ ഉള്ളത് ഒരു താഴ്വരയാണ്. അവിടെ അറബികൾ നേരത്തെ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കും. അവരുടെ ക്യാരവനെല്ലാം കൊണ്ടുവന്ന് അവിടെ സെറ്റാവും. പിന്നെ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഒരുപാട് തോട്ടങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ ലിവ. ഈന്തപ്പന തോട്ടങ്ങൾ. അവിടെ ഈ ലിവ ഡേറ്റ്സ് ഫെസ്റ്റിവൽ ഓഗസ്റ്റിൽ നടക്കാറുണ്ട്. അതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതാണ് മരീബ് ഡ്യൂൺസ് ഇതാ കാണുന്നത്. അതിന് 300 meter ഹൈറ്റാണ്. UAE ഏറ്റവും വലിയ സ്ലിപ്പ് ഫേസ് ഉള്ള സാൻഡ് ഡ്യൂണാണിത്. 50 degree ഇൻക്ലിനേഷനിലാണ് അതിൻ്റെ സ്ലിപ്പ് ഫേസ് കിടക്കുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കാത്തവരും അവിടെ ഈ ഡ്യൂൺസിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് 4-wheeler വന്ന് ഓടിക്കും. അതാണിപ്പോൾ നമ്മൾക്ക് ആ ദൂരെ നിന്ന് കാണുന്നത്. അതൊന്നും മത്സരത്തിൽ പങ്കെടുക്കില്ല. ഇവർ അങ്ങോട്ടും ആ ഡ്യൂണിലൂടെ ഓടിക്കാനുള്ളൊരു ഹരം. ഈ ഡിസംബർ അവസാന 2 ആഴ്ച ഈ റേസിംഗ് കാറ്, പിന്നെ ബൈക്ക് റേസ്, പിന്നെ ക്യാമൽ റേസ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. കുറേ മത്സരങ്ങൾ. അതിന് പാർട്ടിസിപ്പൻസ് വരും. UAE എല്ലാ ഭാഗത്തു നിന്നും അതിൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം പാർക്കിംഗ് ഏരിയ ഒക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാൻഡിലൊരു സൈഡിലാണ് പാർക്ക് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റഫ്സും സ്റ്റാൾസും തുറക്കും. എല്ലാവിധ അറേബ്യൻ ഫുഡും അവൈലബിൾ ആണ്. ആ മലയുടെ ക്ലോസ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് സ്ലിപ്പ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ റേസിംഗ് നടത്താനും കോമ്പറ്റീഷൻ നടത്താനും എല്ലാം നല്ല എളുപ്പമാണ്. കാരണം ആ ഒരു ലെവലിലുള്ള സാൻഡ് ഡ്യൂൺസ് വളരെ കുറവാണ്. UAE ഏറ്റവും വലുതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. UAE ഏറ്റവും വലിയ സാൻഡ് ഡ്യൂണാണ് ഇത് മരീബ് ഡ്യൂൺ. ഈ ബൈക്ക് റേസും കാർ റേസും ഒക്കെ ഒരു ഹരമുള്ള ആളുകൾക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. 1 week ഈ കോമ്പറ്റീഷൻ നോർമലി നടക്കുന്നത്. 2 weeks ഫെസ്റ്റ് അങ്ങനെ നടക്കും. പിന്നെ ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് നല്ല ക്യാഷ് പ്രൈസും ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ റേസിംഗ് നടക്കുന്നതിൻ്റെ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആക്ച്വലി ഗാലറി ഉണ്ട്. പക്ഷെ അവിടെ ഏകദേശം ഫുള്ളായതുകൊണ്ട് തന്നെ പിന്നെ തിരക്കൾക്ക് മക്കളെയും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളതിൻ്റെ സൈഡിൽ കണ്ട് ആ വേലി കെട്ടിയതിൻ്റെ ഇപ്പുറത്തിരുന്നാണ് കണ്ടത്. ഈ പ്രോഗ്രാംസ് എല്ലാം, ഈ കോമ്പറ്റീഷൻസ് എല്ലാം ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് TV ചാനൽസിൽ, അറബിക് ചാനൽസിൽ വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്കവിടെ കാണാമായിരുന്നു. അവിടെ ലൈവായിട്ട് അവർ ഷൂട്ട് ചെയ്യുന്നതും സ്ക്രീനും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മത്സരം നടക്കാൻ ഇപ്പം മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാറാണ്. സ്ക്രീന് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ വിട്ടുന്ന് കാണുമ്പോൾ വണ്ടി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലാണ് കാണുക. അവിടെ സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ട്. അവരുടെ അപ്രൂവൽ കിട്ടിയിട്ടാണ് അവരവിടെ നിന്ന് പോവുക. പിന്നെ ഈ മത്സരത്തിൽ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തവർ മാത്രമാണ് മത്സരത്തിലോട്ട് കിടക്കുന്നത്. അതിൽ ഏറ്റവും ഷോർട്ട് ടൈം ആരാണോ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത് അവർക്കാണ് വിന്നർ ആവുന്നത്.
സീറ്റ് ബെൽറ്റ് എല്ലാം മസ്റ്റാണ്. അതുപോലെ തന്നെ ഫയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് ഡിഫെൻസും എല്ലാം വണ്ടിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നവർ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഇതാ അവിടെ സ്റ്റാർട്ട് ആയി. നമുക്കത് ലൈവായിട്ടതാ നമ്മൾ ആ കാണുന്ന പോകുന്നതാണ് ആ കാറ്. ഇല്ല, അത് ഫിനിഷിംഗ് ലൈനിൽ തൊട്ടില്ല. അപ്പോൾ അത് അവിടെ നിന്ന് പോകുന്നു. നമുക്ക് എന്നാലും ടൈമിൽ കാണാം. ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തവർ മാത്രമാണ് അതാ ആ 2 പോയിൻ്റാണ് ഫിനിഷിംഗ് ലൈൻ അവിടെ കാണുന്നുണ്ട്. അവിടെ എത്തുന്നവർ മാത്രമാണ് മത്സരത്തിൽ പിന്നീടുള്ള കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമ.